ഇടുക്കി കമ്പിലൈൻ ചീയപ്പാറ മേഖലയിൽ കാട്ടാന ശല്യം വീണ്ടും രൂക്ഷമാകുന്നു. രാത്രിയാകുമ്പോൾ കൂട്ടമായി എത്തുന്ന കാട്ടാനകൾ കൃഷിവിളകൾ വ്യാപകമായി നശിപ്പിക്കുന്നതിനൊപ്പം വീടുകളുടെ മുറ്റം വരെ എത്തുന്നത് പ്രദേശവാസികളിൽ കടുത്ത ആശങ്കയുണ്ടാക്കുകയാണ്. ഇരുട്ട് വീണാൽ വീടിന് പുറത്തേക്കിറങ്ങാൻ പോലും ഭയക്കുന്ന അവസ്ഥയാണ് കമ്പിലൈൻ ചീയപ്പാറ ഒഴുവത്തടം മേഖലകളിൽ. ഏതു സമയത്തും കാട്ടാനക്കൂട്ടം വീടുകളുടെ മുറ്റം വരെ എത്തുമെന്ന ആശങ്കയിലാണ് ഇവിടെ താമസിക്കുന്നവർ. രാത്രി പതിവായി കൃഷിയിടങ്ങളിലേക്ക് എത്തുന്ന കാട്ടാനകൾ തെങ്ങ്, കമുക്, കൊക്കോ ഉൾപ്പെടെയുള്ള കാർഷിക വിളകൾ വ്യാപകമായി നശിപ്പിക്കുകയാണ്. കഴിഞ്ഞ ദിവസം കമ്പിലൈൻ മേഖലയിലെ എൽദോസ് വാളറയുടെ കൃഷിയിടത്തിലെ ഒരു തെങ്ങും കാട്ടാനകൾ മറിച്ചിട്ടു. ദിവസേനയുള്ള ഈ ആക്രമണത്തിൽ കൃഷിയെ മാത്രം ആശ്രയിച്ച് ജീവിക്കുന്ന കർഷകർ വലിയ സാമ്പത്തിക പ്രതിസന്ധിയിലാണെന്ന് നാട്ടുകാർ പറയുന്നു. ഇവിടെ ഏതാണ്ട് 90ഓളം വീട്ടുകാർ മാത്രമാണ് ഉള്ളത്. മാമലക്കണ്ടം പ്രദേശത്തു നിന്നും അതേപോലെ തന്നെ പെരിശിക്കല്ല് പ്രദേശത്തു നിന്നുമായിട്ട് നിരന്തരമായി ചക്ക, മാങ്ങ ഇതൊക്കെ ഉണ്ടാകുന്ന സമയമാകുമ്പോഴത്തേക്ക് ആന കൂട്ടത്തോടു കൂടി വരും. കഴിഞ്ഞ ഈ ഒരു മാസക്കാലമായിട്ട് നിരന്തരം ആന ശല്യ. എന്നും വീടിന്റെ മുറ്റത്തോടെയും വീടിന്റെ പരിസരത്തോടെയും ആന എന്നും വന്ന് ശല്യ. ഈ കഴിഞ്ഞ രാത്രിയിൽ 8ഓളം ആനയുണ്ടായിരുന്നു. 3 പ്രദേശമായിട്ട് ഇറങ്ങി ഭയങ്കരമായി തെങ്ങ്, കവുങ്ങ് അങ്ങനെയുള്ള സർവ്വ കൃഷികളും നശിപ്പിച്ച് കൊണ്ടിരിക്കുന്ന സന്ദർഭമാണ്. മാമലക്കണ്ടം വനമേഖലയിൽ നിന്നാണ് കാട്ടാനക്കൂട്ടം കമ്പിലൈൻ ഭാഗത്തേക്ക് എത്തുന്നതെന്നാണ് പ്രദേശവാസികളുടെ വിലയിരുത്തൽ. ഈ മേഖലയിൽ വനംവകുപ്പിന്റെ നേതൃത്വത്തിൽ ഫലപ്രദമായ ഫെൻസിംഗ് സംവിധാനമൊരുക്കിയാൽ കാട്ടാന ശല്യത്തിന് വലിയൊരളവിൽ പരിഹാരമാകുമെന്നാണ് നാട്ടുകാർ പറയുന്നത്. ഇത് 6 മൈലിൽ നിന്ന് കയറി വന്ന ഭാഗത്തു നിന്ന് ഫെൻസിങ് ഇട്ട് കഴിഞ്ഞാൽ കമ്പിലൈൻ പ്രദേശം ലോക്കാവും. അതേപോലെ തന്നെ ഈ ഒഴുവത്തോളം മേഖലയിൽ ഫെൻസിങ് ഇട്ട് കഴിഞ്ഞാലും അവിടെ നിന്നുള്ള ഇറങ്ങി വരൽ ലോക്കാവും. ഈ പ്രദേശത്ത് പിന്നെ താഴെ പാറയായതുകൊണ്ട് അവിടുന്ന് കയറില്ല, ഇവിടെ മുടിയായതുകൊണ്ട് ഇവിടുന്ന് വരില്ല. നീളം ഒരു 8-9 കിലോമീറ്റർ നീളമുണ്ട് ഈ പ്രദേശം, അത്രേ ഉള്ളൂ. അങ്ങനെ നമുക്ക് ലോക്ക് ചെയ്യാൻ പറ്റും. കഴിഞ്ഞ ദിവസങ്ങളിലും PK മാത്യൂസ്, സൈനുദ്ദീൻ കുഴിപ്പിനായിൽ, TJ പോൾ എന്നിവരുടെ കൃഷിയിടങ്ങളിൽ കാട്ടാനകൾ കയറി വ്യാപക നാശനഷ്ടമുണ്ടാക്കി. മാസങ്ങളായി തുടരുന്ന കാട്ടാനശല്യം കർഷകരുടെ ജീവിതം ദുരിതത്തിലാക്കുകയാണ്. മനുഷ്യജീവനും കൃഷിക്കും ഒരുപോലെ ഭീഷണിയായ ഈ പ്രശ്നത്തിന് അടിയന്തരമായി ശാശ്വത പരിഹാരം കാണണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. കേരള വിഷൻ ന്യൂസ്, ഇടുക്കി.